ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിതാ ഒരു സ്പെഷ്യൽ ഓർഡറും ഉണ്ട്. പിന്നെ നമ്മൾ എന്നും ഉണ്ടാക്കുന്ന കുറച്ച് സ്റ്റാക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. അപ്പോൾ ഇതൊക്കെ ഇന്ന് ഉണ്ടാക്കിയ കുറച്ച് സ്നാക്കാണ്. ഇന്ന് എനിക്കൊരു സ്പെഷ്യലായിട്ടുള്ള സ്നാക്കാണ് ഉണ്ടാക്കാനുണ്ടായത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിതാ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ചെറിയ ജീരകം 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അളവിൽ ഞാൻ എടുത്തത് കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് ഒരു 10 പീസോളം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതാ പച്ചമുളകാണ് ചേർക്കുന്നത്. ഒരു 10 പീസോളം പച്ചമുളകും ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ്. അപ്പോൾ അത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് എനിക്കൊരു 40-45 പീസോളം എനിക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ ഈ ഒരു മസാലയൊക്കെ ഉണ്ടാക്കണം. അതിനനുസരിച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ. ഇനി നമ്മൾ ഇതിലോട്ട് സവാളയാണ് ചേർക്കുന്നത്. വലിയ സൈസുള്ള സവാള ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായി കട്ട് ചെയ്ത് ഞാൻ ചോപ്പറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലോണം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്ന വിധത്തിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇനി ഞാനിത് ചിക്കന് വേവിച്ച് വെച്ചതാണ്. തലേ ദിവസം തന്നെ വേവിച്ച് വെച്ച ചിക്കനാണ്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇനി വേവിക്കാത്ത ചിക്കനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സവാളേൻ്റെ കൂടെ തന്നെ ഈ ഒരു ചിക്കനും പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് അതിലോട്ട് ഉപ്പും മുളകും മഞ്ഞളും എല്ലാം ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ഫ്രൈ ആക്കുന്നത് വിധത്തിൽ അങ്ങനെ ആക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ബ്രസ്റ്റ് പീസ് മാത്രമായിട്ടാണ് ഞാനിത് എടുത്തത്. അപ്പോൾ നിങ്ങൾ ചിക്കനായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഫ്രൈ ആക്കിയിട്ട് അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഈ ഒരു ചെറിയൊരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നല്ലോണം തിന്നാക്കിയിട്ടാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കുന്ന വിധത്തിൽ അങ്ങനെ ആക്കിയിട്ടെടുത്തത്. അപ്പോൾ ചിക്കനെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 4 ബ്രസ്റ്റ് പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ പുതിയ സ്നാക്ക് ഉണ്ടാക്കാനും പുതിയൊരു ഐറ്റം ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നുണ്ടാക്കുമ്പോഴുണ്ടല്ലോ അതൊരു ബോറടിക്കുന്ന പോലെയാവും. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കുക, ഇതൊന്ന് നോക്കുക, ട്രൈ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇപ്പോൾ സ്നാക്കെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ സെയിം ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയ വീഡിയോസ് എടുക്കാനുള്ള ഒരു മടി വരാണ്. പക്ഷേ കാണാത്തവരും ഉണ്ടാവും. കാണാത്തവരാകുമ്പോൾ അവർക്ക് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഡെയിലി വീഡിയോസ് ഇടണം എന്നല്ല. പക്ഷെ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് മസാലകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും പിന്നെ ഞാൻ ചേർക്കുന്നത് മറ്റേ കൊറിയാൻഡർ ഉണ്ടല്ലോ, ആ മല്ലി ഒന്ന് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അത് നല്ലൊരു ഫ്ലേവർ തരുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, എനിക്കൊരു കോമ്പറ്റീഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളോടായിട്ട് പറയാമെന്ന്. കോമ്പറ്റീഷൻ പങ്കെടുക്കാനൊക്കെ ഇഷ്ടം തന്നെ. പക്ഷേ ഇപ്പോഴായിട്ട് കുറേ ഇതിലെ തന്നെ ആയിട്ട് ഒരു ബിസി ആയിട്ട് വന്ന്, അതുകൊണ്ട് കൂടുതൽ വേറെ ഒന്നും തിരിയാതെ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ പുഡിങ് കോമ്പറ്റീഷനാണ്. പുഡിങ് ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ഒരുപാടായി ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് പുഡിങ്ങിൻ്റെ ആ ഒരു ടച്ചൊന്ന് വിട്ടുപോയോ എന്നൊരു സംശയം വന്നു. അപ്പോൾ നിങ്ങൾക്ക് നല്ല പുഡിങ് ഏതാണെന്നുള്ളത് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ചേർത്തത് കുറച്ച് ഗരം മസാല വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുത്ത് ഇതുപോലെ മിക്സാക്കണം കേട്ടോ. നമ്മൾ മസാലകളെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കുത്തുന്നൊരു സ്മെല്ലുണ്ടാവും, അതെല്ലാം പോയിട്ട് നല്ലൊരു ഫ്ലേവർ വേണമെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, മുളകിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടുതൽ ഒരു കുത്തുന്ന ഒരു സ്മെല്ല് വരും. അപ്പോൾ ഇതെല്ലാം നന്നായി ഇളക്കിയെടുത്ത് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് ഒന്ന് ചേർത്തില്ല. അപ്പോൾ പിന്നെ ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുത്തു. അപ്പോൾ ഇത് നന്നായി മിക്സാക്കിയ ശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കനും ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ മസാല ചിക്കനിൽ എല്ലാ ഭാഗത്തും നല്ലോണം എത്തുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമ്മൾ മിക്സാക്കണം. പിന്നെ നമ്മൾ ഈ ഗ്രേവിയിൽ കുറച്ച് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലോണം ഡ്രൈ ആയിട്ട് ആക്കാൻ പാടില്ല. കുറച്ചൊന്ന് ഓയിലൊക്കെ വേണം. എന്നെങ്കിൽ ആ മസാല നന്നായിട്ട് ചിക്കനിൽ പരട്ടി ഒന്ന് നല്ലൊരു മുരിഞ്ഞൊരു ടേസ്റ്റും ഉണ്ടാവും. ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില ഒരേശയായിട്ട് ഞാൻ ചേർക്കുന്നതാണ്. അപ്പോൾ ഒന്നിച്ചിടാതെ
ആദ്യം കുറച്ച് ഇടും, പിന്നെ ഒന്ന് മിക്സാക്കും, പിന്നെ വീണ്ടും ഇടും, അങ്ങനെ. അതിൻ്റെ ഇടയിൽ ഞാനിതാ ക്യാബേജാണ് കേട്ടോ ചേർത്തത്. അത് ഇതുപോലെ ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ആക്കുക. അപ്പോൾ ഇതെല്ലാം ലാസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിട്ടിട്ട് ഒരുപാട് സമയം ചൂടാക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തു. ഇനി ഇതിലോട്ട് ക്യാപ്സിക്കമാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു വലിയ സൈസുള്ള ക്യാപ്സിക്കം നല്ല ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതും നല്ലോണം വേവിച്ച് അതിൻ്റെ ഒരു പച്ചപ്പ് മാറാൻ പാടില്ല, അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് അങ്ങനെ വേണം. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണോളം ഞാനിതിലേക്ക് കെച്ചപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇതാ സോയാ സോസ് ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലോട്ട് മയോനൈസ് ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മയോനൈസ് ചേർക്കുമ്പോൾ നമ്മൾ ഫ്ലെയിമിൽ ഓഫാക്കിയിട്ട് ആ ഒരു സമയത്ത് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ മല്ലിയില നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ചേർക്കാം. മല്ലിയില കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നല്ല കൈ നിറയെ മല്ലിയില ഇട്ട് ഒന്ന് നന്നായി മിക്സാക്കി ഫ്ലെയിം ഓഫാക്കി റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇതുപോലത്തെ ഒരു ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ചപ്പാത്തി പോലെ ഒന്ന് പരത്തിയെടുത്താലും മതി. അപ്പോൾ ഇത് മുത്തബക്കിൻ്റെ ഷീറ്റാണ് കേട്ടോ. ഇത് നമ്മൾക്ക് ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഷീറ്റ് കൊണ്ടാണ് കേട്ടോ ഞാനധികം റോളൊക്കെ ഉണ്ടാക്കുന്നത്. ഒരുപാട് പണിയുണ്ട്, അപ്പോൾ നമുക്ക് ഈസിയാണ് ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ഇനി നമുക്ക് ആവശ്യം. ചപ്പാത്തി പോലെ പരത്തിയെടുക്കുന്നെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പോൾ അത് മാറ്റി വെക്കുക. ഇനി നമുക്കിതാ കുറച്ച് മൈദ വേണം. അപ്പോൾ മൈദ ഒന്ന് കലക്കി റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതാ വെർമിസല്ലിയാണ്. ചെറിയ സൈസുള്ള വെർമിസല്ലിയില്ലേ, അതാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് ഇനി നമ്മൾക്ക് പൊടിച്ചെടുക്കണം. എത്രമാത്രം ചെറുതായിട്ട് പൊടിക്കാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കിയിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്താൽ തന്നെ പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഇതും റെഡിയാക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് ഓരോ ഷീറ്റും നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ല തിന്നായിട്ടുള്ള ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം. ഇതെല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് 2 എണ്ണമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ ഒരു സൈഡിലോട്ട് കുറച്ച് നമ്മളെ പശ ഒന്ന് തേച്ച് കൊടുക്കാം. മൈദ പശയാണ്. അപ്പോൾ അത് നന്നായി തേച്ച ശേഷം നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ കുറച്ചൊരു ഷേപ്പ് വരാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ റൗണ്ട് ആയിട്ട് ഇതാക്കേണ്ടതാണ്, ഷേപ്പാക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു എൻഡ് ഉണ്ടല്ലോ, അതൊന്ന് നല്ലോണം ടൈറ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ മറ്റേ സൈഡ് ഹോൾസ് ഒന്നും ഇല്ലാതെ നല്ല ടൈറ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ആ ഒരു ഭാഗം ഓട്ടയായിട്ട് നമ്മൾക്ക് ഓയിലെല്ലാം ഉള്ളിലോട്ട് കടന്നിട്ട് മസാലയിൽ ഓയിലാവും. അപ്പോൾ അത് നല്ലോണം വലിച്ച് നല്ല ടൈറ്റാക്കിയിട്ട് എത്തണം കേട്ടോ, ആദ്യത്തെ ആ ഒരു ഗ്യാപ്പ്. അപ്പോൾ അത് ഇതുപോലെ എല്ലാം ആക്കി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അളവിൽ തന്നെ നോക്കിയിട്ട് അടുത്ത സ്നാക്കിൻ്റെ ഒക്കെ അതുപോലെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ ചപ്പാത്തി പോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല, കാരണം അത് റൗണ്ട് ഷേപ്പ് തന്നെയാണ്. ഇത് സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് എല്ലാം കട്ട് ചെയ്ത് വെക്കണം, എന്നെങ്കിൽ മാത്രമേ ഒരേ രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തു. ഇനി നമ്മൾക്ക് മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. മസാലേൻ്റെ ആ അടിഭാഗത്ത് മസാല എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുത്താൽ മതി. ഇത് അടിയിലേക്ക് എത്തും. പിന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളാവും. അപ്പോൾ മോൾ ഭാഗം നല്ല ടൈറ്റായിട്ട് നിൽക്കണം, എങ്കിലേ അതിൻ്റെ ഷേപ്പ് നേരെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അത് ലൂസായിട്ട് ഷേപ്പ്ലെസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഓരോ മസാല ഇടുമ്പോൾ നല്ലോണം കുലുക്കി കഴിഞ്ഞാൽ അടിയിലോട്ടെല്ലാം മസാല എത്തും കേട്ടോ. മസാല എല്ലാ ഭാഗത്തും എത്തിയില്ലെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് വരില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം, അത് ശ്രദ്ധിക്കണം. അപ്പോൾ അടിയിൽ ഭാഗത്ത് എത്തിയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലോട്ട് ഈ ഒരു മസാലയിൽ ഉരുളക്കിഴങ്ങെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം മസാല അത് നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് നല്ലതാണ് കേട്ടോ. ഇതുപോലെയുള്ള സ്നാക്കിലെല്ലാം ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് മസാല ഫില്ല് ചെയ്യാനും പറ്റും. അത് പുറത്തോട്ട് അധികം ഫില്ലിംഗ് ഒന്നും പോവാതെ നല്ല രീതിയിൽ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി വേറൊരു കുഴിയുള്ള പാത്രത്തിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കോൺഫ്ലവർ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ 3 ടീസ്പൂണ് കോൺഫ്ലവർ ചേർക്കാം. കോൺഫ്ലവർ കൂടിയെങ്കിൽ നല്ലൊരു ക്രിസ്പി ഉണ്ടാവും കേട്ടോ. അപ്പം കോൺഫ്ലവർ ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. ഇനി നമ്മളിതാ ഓരോ സ്നാക്കും ഈ ഒരു മൈദയിൽ ഇട്ടിട്ട് ബ്രെഡ് പൊടിയിലേക്കും ഇട്ട് കൊടുക്കുക. അപ്പോൾ ബ്രെഡ് പൊടി ഇതിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ആ ഒരു മസാല ഉള്ള ഭാഗം ഒന്നുകൂടെ ഡിപ്പ് ചെയ്ത് ആ ഭാഗം നന്നായിട്ട് ഇതുപോലെ ബ്രെഡ് പൊടി ആക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു ഫില്ലിങ് പുറത്തോട്ട് പോവാതെ നിൽക്കും. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ ഈ മൈദേൻ്റെ ആ ഒരു ബാറ്ററിൽ ഇടുമ്പോൾ തന്നെ കുറച്ചൊന്ന് ലൂസായ പോലെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് കുറച്ച് വെർമിസെല്ലിയാണ് കേട്ടോ. അപ്പോൾ വെർമിസെല്ലി ഇതുപോലെ ഈ ഒരു മൈദയിലോട്ട് തന്നെ ഞാൻ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ചെയ്തെടുത്ത് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും മൈദ ആക്കുന്നില്ല, ആ ഒരു മസാല ഉള്ള ഭാഗത്ത് മാത്രം ആക്കിയിട്ട് വെർമിസെല്ലി എല്ലാ ഭാഗത്തും ആ ഫ്രണ്ട് ഭാഗം മാത്രം ആക്കിയിട്ട് ചെയ്തു. പക്ഷേ ഞാൻ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിയിൽ ചെയ്തപ്പോൾ നമ്മളെ ഉള്ളിലുള്ള മസാലയൊക്കെ ഇളകി പോയിട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഈ ഒരു സമയത്ത് അത് ഓർമ്മ വന്നില്ല. കുറേ കഴിഞ്ഞ് പകുതിയോളം ചെയ്തപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത്. അപ്പോൾ അവസാനം ഞാൻ ഈ മൈദപ്പശ മാറ്റിയിട്ട് കുറച്ച് മുട്ട തന്നെ എടുത്തതിലേക്ക് ഇതുപോലെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കണമെങ്കിൽ നമ്മൾക്ക് മുട്ട തന്നെ വേണം. അപ്പോൾ 2 മുട്ട എനിക്ക് ഈ ഒരു സ്നാക്കിലേക്ക് വേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 2 മുട്ടയും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു വെർമിസെല്ലിയും കൂടെ എല്ലാ ഭാഗത്താക്കി അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടത്. സംഭവം ഞാൻ ആദ്യം മൈദനോട് തന്നെ ചെയ്തെങ്കിലും പിന്നെയാണ് ഓർമ്മ വന്നത്, ഇങ്ങനെ ആകുമ്പോൾ ഓയിലിടുന്ന സമയത്ത് ഫുള്ള് ആ ഒരു വെർമിസെല്ലിയെല്ലാം പുറത്തോട്ടായിട്ട് നമ്മളെ ഉള്ളിലുള്ള മസാലയും എല്ലാം ലൂസായിട്ട് പുറത്തേക്ക് ഓയിലുണ്ടാകുന്നു. അതുകൊണ്ട് ഞാൻ അത് മാറ്റി വീണ്ടും മുട്ടയിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് ആ ഒരു വെർമിസെല്ലി കുറച്ചും കൂടെ ഒന്ന് ആക്കി കൊടുത്തു, അത്ര തന്നെ കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി. അപ്പോൾ സ്നാക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേറെയും കുറച്ച് സ്നാക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം റെഡിയാക്കി. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഫ്രൈ ചെയ്യുന്നത് നമ്മൾ ഉന്നക്കായാണ്. ഉന്നക്കായിൽ അപ്പോൾ ഒന്ന് ക്ലീനായിട്ട് കിട്ടണം. നമ്മൾ ഈ ഒരു സ്നാക്കെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഓയിൽ ഫുള്ള് വെർമിസെല്ലിൻ്റെ ആ പൊടിയും എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഉന്നക്കായി ഒന്ന് പൊരിച്ചെടുക്കും. അപ്പോൾ ഉന്നക്കായൻ്റെ റെസിപ്പി എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് നല്ല ഫില്ലിങ്ങും നല്ല ടേസ്റ്റും നല്ല അഭിപ്രായം പറഞ്ഞ ഒരു സ്നാക്കാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ഉന്നക്കായ് അധികമാർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഉന്നക്കായയിൽ പൊരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്നാക്കും കൂടി പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പേര് ചിക്കൻ കോണാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ബ്രെഡ് ക്രംസ് എല്ലാം ഇട്ട് കോട്ട് ചെയ്തുകൊണ്ട് തന്നെ കവർ ചെയ്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരും. നമുക്കതൊന്നുമില്ലാതെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വന്നതിൽ തിരിച്ചും മറിച്ചും ഇട്ട് നല്ല രീതിയിൽ നല്ല ഗോൾഡൻ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ കോണും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കോരിയെടുക്കാം. ഇനി നമ്മൾ അടുത്ത സ്നാക്കെല്ലാം റെഡിയാക്കാനുണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ മറ്റേതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നിതാ കായ്പോളയാണിത്. കായ്പോള റെഡിയാക്കുന്നുണ്ട്. കായ്പോള ഉണ്ടാക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അത് തിരിച്ചിടുന്ന സമയത്ത് അധികം പൊട്ടിപ്പോവാറുണ്ട്. അപ്പോൾ പൊട്ടാത്ത വിധത്തിൽ എങ്ങനെ ചെയ്യുന്നുള്ളത് ഒരുപാട് പരീക്ഷണം നോക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു സക്സസ് ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ എത്ര പുതിയ പാനാണെങ്കിലും നമ്മളത് ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാണ്. ഇതിങ്ങനെ ഇളക്കിയെടുക്കുന്നതും അതിൻ്റെ അടിയിൽ പിടിക്കുന്നതും അങ്ങനെയെല്ലാം ആവുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് കട്ട്ലറ്റ് ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എന്നും ഉണ്ടാക്കുന്നത് ബീഫ് കട്ട്ലറ്റാണ്. ഇത് ചിക്കൻ കട്ട്ലറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ട് കണ്ടു നോക്കിക്കോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ടൈമിന് കൊടുക്കാൻ പറ്റണം, അതുകൊണ്ട് ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കായ്പോളയും കൂടി ഉണ്ടാക്കണം. കായ്പോള ഞാൻ 2 എണ്ണമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കോണും റെഡി ആയിട്ടുണ്ട്, എല്ലാ സ്നാക്കും റെഡിയായി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.